ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. ക്രിസ്മസ് പെൻഷന് പിന്നാലെ ന്യൂ ഇയർ പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. 2025 വർഷത്തിലെ അവസാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് പുറമെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. 6.5 ലക്ഷത്തിന് മുകളിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് തുക എത്തിച്ചേരുക. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിതരണം കൂടി ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായും അക്കൗണ്ടുകൾ ആധാരാധിഷ്ഠിതമാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ പുതിയതായി പെൻഷൻ പട്ടികയിൽ ഇടം നേടിയ ഗുണഭോക്താക്കൾക്കും പെൻഷൻ പട്ടികയിൽ അർഹരായി തന്നെ തുടരുന്ന ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 500 രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുക 2500 ഉയർത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പരമാവധി 2500 രൂപ വരെയാണ് ഇനി മുതൽ എത്തിച്ചേരുക. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിന് പുറമെ കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും 2026 ജനുവരി മുതൽ ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം, നടപടിക്രമങ്ങൾ, വിതരണ രീതി എന്നിവ സംബന്ധിച്ച് പുതിയ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് മറ്റൊരു ഉത്തരവ് പുറത്തുവിട്ടിട്ടുണ്ട്. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കുമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് ചില തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമായവർ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഡിസംബർ 30 മുൻപ് സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ 31 വരെ മസ്റ്ററിംഗിനുള്ള അവസരവുമുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകളിൽ സമർപ്പിക്കാത്ത മുറയ്ക്ക് ഇവർക്കും ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ പല ഗുണഭോക്താക്കൾക്കും 1700 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 300 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ അക്കൗണ്ടുകൾ പരിശോധിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ ആധാരാധിഷ്ഠിതമാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ 3 ഗഡുവാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 3ാമത്തെ ഗഡുവിന്റെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാന അറിയിപ്പ് തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്താകും എന്നുള്ളതാണ്. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്തുപോകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതവും കുറയും. മറ്റ് കേന്ദ്ര പദ്ധതികളെപ്പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായും നിർജീവമാകും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് VBG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായ 22 ലക്ഷം പേരിൽ പകുതിയിലധികം പദ്ധതിക്ക് പുറത്തുപോകുമെന്നാണ് വിലയിരുത്തുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ്. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. അതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം ബാധിക്കും. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1600 കോടി രൂപ മുടക്കണം. കേന്ദ്ര ഫണ്ട് ഉപാധികളുമുണ്ട്. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്ന് ചുരുക്കം. തുക വിതരണം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.